കേരള സ്റ്റഡീസ് ഹിസ്റ്ററി ആൻഡ് സൊസൈറ്റി എന്നുള്ള പേപ്പറിനകത്തെ മൊഡ്യൂൾ 1 റിക്വയർഡ് റീഡിംഗ് ആണ് നമ്മൾ നോക്കുന്നത്. അതെന്ന് പറയുന്നത് രാജൻ ഗുരുക്കളുടെയും രാഘവ വാര്യരുടെയും ലാൻഡ്സ്കേപ്പ് സോഴ്സസ് ഹിസ്റ്റോറിയോഗ്രഫി, ഹിസ്റ്ററി ഓഫ് കേരള പ്രീ ഹിസ്റ്ററി ടു ദ പ്രസൻറ്റ് എന്നുള്ള ബുക്കിനകത്ത് നിന്ന് ലാൻഡ്സ്കേപ്പ് എന്താണ്, നമ്മുടെ കേരളത്തിലെ സോഴ്സസ്, ആർക്കിയോളജിക്കൽ റിമെയിൻസ്, ആർക്കൈവ മെറ്റീരിയൽ, ലിറ്റററി സോഴ്സസ്, ഇത്രയും പ്രിസ്ക്രൈബ്ഡ് സബ്സെക്ഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ആരാണ് രാജൻ ഗുരുക്കൾ ആൻഡ് രാഘവ വാര്യർ? രാജൻ ഗുരുക്കൾ എന്ന് പറയുന്ന ഒരു റിനൗണ്ട് ആയിട്ടുള്ള ഇന്ത്യൻ ഹിസ്റ്റോറിയൻ ആണ്. ആൻഡ് ഹി ഈസ് ഓൾസോ എ സോഷ്യൽ സയൻറ്റിസ്റ്റ് ഫ്രം കേരള. അദ്ദേഹം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിട്ടും പ്രൊഫസറായിട്ടും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ വൈസ് ചെയർമാനായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 150ഓളം റിസർച്ച് പേപ്പറും സെവറൽ ബുക്സും ഒക്കെ ഇദ്ദേഹം ഓതർ ചെയ്തിട്ടുണ്ട്. അപ്പം അദ്ദേഹമാണ് രാജൻ ഗുരുക്കൾ. ഇനി M.R. രാഘവ വാര്യർ എന്ന് പറയുന്നത് ഒരു ഫേമസ് ഹിസ്റ്റോറിയൻ ആണ് ഫ്രം കേരള. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു ഫോർമർ. ആൻഡ് ഓൾസോ ഒരുപാട് ഹെറിറ്റേജ് പ്രോജക്ട്സിലും ഒക്കെ ഇദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഏൻഷ്യൻ്റ് ആയിട്ടുള്ള മലയാളം ഇൻസ്ക്രിപ്ഷൻസും മാനുസ്ക്രിപ്റ്റ്സും ഒക്കെ ഇദ്ദേഹം ഡീകോഡ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. ഒരു എക്സ്പേർട്ട് തന്നെയാണ്. ഇൻക്ലൂഡിങ് പിന്നെ ഇദ്ദേഹം വത്തിക്കാൻ ലൈബ്രറീസിലൊക്കെ പോയി വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു വർക്ക് ഹിസ്റ്ററി ഓഫ് കേരള പ്രീ ഹിസ്റ്റോറിക് ടു ദ പ്രസൻറ്റ് എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് എഴുതിയതാണ്. അത് കേരളത്തിൻ്റെ ഹിസ്റ്ററിയെ കുറിച്ചുള്ളൊരു സർവേ ആണ്. വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടൊരു സർവേ ആണ് ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ കേരളത്തിലെ കുറിച്ചുള്ള, അതായത് നമ്മുടെ ആർക്കിയോളജിക്കൽ ഫൈൻഡിങ്സ് റിലേറ്റഡ് ടു കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റ് എങ്ങനെയായിരുന്നു എന്നുള്ളത്, ആ ഒരു കൈൻഡ് ഓഫ് എങ്ങനെയാണ് ആ ഒരു ഹിസ്റ്റോറിക്കൽ പീരീഡിൽ കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ എക്സ്പാൻഷൻ എങ്ങനെയായിരുന്നു, നമ്മുടെ കേരള ആസ് എ സ്റ്റേറ്റ് എങ്ങനെ ഫോം ചെയ്തു, മോഡേൺ പീരീഡിൽ കേരള എങ്ങനെയാണെന്നുള്ളത്, ആൻഡ് ഓൾസോ കൊളോണിയൽ ഇറയിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത് ഒക്കെയാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഫോർ സ്റ്റുഡൻസ് ആൻഡ് സ്കോളേഴ്സിനുണ്ട്. ഹിസ്റ്ററി പിന്നെ നല്ല പഠിക്കാൻ എൻതൂസിയാസം ഉള്ള ആളുകൾക്ക് ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വർക്കാണ്. അപ്പം നമുക്കൊന്ന് നോക്കാം ഈ ഒരു വർക്കിനെ കുറിച്ച്. അപ്പോൾ ലാൻഡ്സ്കേപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കേരള എന്ന് പറയുന്നത് വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ളൊരു ലാൻഡ്സ്കേപ്പാണ്. സാൻഡിയാണ്, നമ്മൾ പ്ലെയിൻസ് ഉണ്ട് നമുക്ക്, അല്ലേ, റെഡ് സോയിൽ ഉണ്ട് നമുക്ക്, ആൻഡ് ഓൾസോ പിന്നെ വെസ്റ്റേൺ ഗഡ്സ് ആണ് നമുക്ക് ഈസ്റ്റ് സൈഡിൽ, അറേബ്യൻ സീ ആണ് നമുക്ക് വെസ്റ്റ് സൈഡിൽ. അപ്പോൾ റെഡ് സോയിലാണ് നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. വാട്ടർ ലോക്ക്ഡ് പ്ലെയിൻസ് ഉണ്ട്. ആൻഡ് ഓൾസോ അപ്പം ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതിയിലാണ് നമ്മുടെ സോയിൽ അല്ലെങ്കിൽ ആ ഒരു ലാൻഡ് എന്ന് പറയുന്നത്. അപ്പം ജിയോളജിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരള എന്ന് പറയുന്ന ഒരു യങ് ലാൻഡ് മാസ് ആണ്. ഒരുപാട്, അതായത് സീയുടെ ഒരുപാട് ചേഞ്ചസിലൂടെ, അല്ലെങ്കിൽ അതായത് കടലിൽ ഒരുപാട് വ്യത്യാസങ്ങൾ, ട്രാൻസ്ഗ്രഷൻസും റിഗ്രഷൻസും ഒക്കെ കടലിൽ എങ്ങനെയാണ് ഹാപ്പൻ ചെയ്തത്, അതിൻ്റെ റിസൾട്ടായിട്ട് വന്നതാണ് ഒരു കേരള എന്നുള്ള യങ് ലാൻഡ് മാസ് എന്നാണ് പറയുന്നത്. അപ്പം അതിൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സാണ് നമ്മൾ ഈ ഒരു സെക്ഷൻ, ലാൻഡ്സ്കേപ്പ് എന്നുള്ള സെക്ഷനകത്ത് നോക്കുന്നത്. സോ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വെസ്റ്റേൺ ഗഡ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ നിൽക്കുന്നതാണ്. അത് സീ ലെവലിൽ നിന്ന് 3000 to 8000 ഫീറ്റ് എബവ് ആണുള്ളത്. ആൻഡ് ഓൾസോ അലോങ് വിത്ത് ദാറ്റ് ഒരു കണ്ടിന്യൂസ് സീ ലൈനും കൂടി നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഹിസ്റ്റോറിയൻസ് കേരളത്തിന് അതായത് ജോഗ്രഫിക്കലി ഐസൊലേറ്റഡ് ആയിട്ട് കിടക്കുന്ന ഒരു റീജിയൺ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ നമുക്ക് പിന്നെ ലാൻഡ്സ്കേപ്പ് അല്ലാതെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാലക്കാട് ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഈ ഗ്യാപ്പ് എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത്, പാലക്കാട് ഗ്യാപ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. പാലക്കാട് ഗ്യാപ്പ് അല്ലെങ്കിൽ പെരിയ ഗ്യാപ്പ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗ്യാപ്പ് എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു നാച്ചുറൽ മൗണ്ടൻ പാസ് ആണ്. അത് ഈ വെസ്റ്റേൺ ഗഡ്സ് റേഞ്ചിലുള്ള ഒരു നാച്ചുറൽ മൗണ്ടൻ പാസിനെയാണ് നമ്മൾ പാലക്കാട് ഗ്യാപ്പ് അല്ലെങ്കിൽ പെരിയ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ബിറ്റ്വീൻ പാലക്കാട് ഡിസ്ട്രിക്റ്റ് ഇൻ കേരള ആൻഡ് കോയമ്പത്തൂർ ഡിസ്ട്രിക്റ്റ് ഇൻ തമിഴ്നാട്, അവിടെയാണ് ഈ പാസ് ഉള്ളത്. ഈ രണ്ട് സ്റ്റേറ്റുകളും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു കൊറിഡോർ പോലെയാണ് ഈ ഒരു പാസിനെ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം ഈ പാലക്കാട് ഗ്യാപ്പ് അല്ലെങ്കിൽ പെരിയ ഗ്യാപ്പ് ഉള്ളതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ജോഗ്രഫിക്കലായിട്ടും ക്ലൈമാറ്റിക്കായിട്ടും നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നല്ല രീതിയിൽ വിൻഡ് സൗത്ത് വെസ്റ്റ് മൺസൂണിൽ ഫ്രം സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ് എന്താണ് തമിഴ്നാട്ടിലോട്ട് എൻ്റർ ചെയ്യും. ആസ് എ റിസൾട്ട് കോയമ്പത്തൂറും അതുപോലെ തന്നെ നിയർ ബൈ ഏരിയാസിലും ഒക്കെ ഒരുപാട് റെയിൻഫോൾസ് കിട്ടും ദാൻ അതർ പാർട്സ് ഓഫ് തമിഴ്നാട്. കൾച്ചറലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ട്രേഡ്, കൾച്ചറൽ എക്സ്ചേഞ്ച്, കേരളവും തമിഴ്നാടും തമ്മിലുള്ള മൈഗ്രേഷൻ,
അതൊക്കെ എന്ന് വെച്ചാൽ അതിന് ഹിസ്റ്റോറിക്കലി ഫെസിലിറ്റേറ്റ് ചെയ്തൊരു സ്ഥലവും കൂടിയാണ് ഈ പാലക്കാട് ഗ്യാപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലാംഗ്വേജസ് സ്പ്രെഡ് ചെയ്യാനും റിലീജിയൻസും ആർട്ട് ഫോംസും അഗ്രികൾച്ചറൽ പ്രാക്ടീസസ്, ഈ രണ്ട് റീജിയനും തമ്മിലുള്ള അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് ഒക്കെ സ്പ്രെഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തതും ഈ പാസ് തന്നെയാണ്. ഓക്കെ, ദെൻ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ പെരിയാർ ഗ്യാപ്പ് അല്ലെങ്കിൽ പാലക്കാട് ഗ്യാപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ നമുക്ക് വെസ്റ്റേൺ ഗഡ്സിൽ ആനമുടി എന്ന് പറഞ്ഞ് ഹയസ്റ്റ് പീക്ക് ഉണ്ട്. നമ്മുടെ ഏറ്റവും ലോവസ്റ്റ് ലാൻഡ് എന്ന് പറയുന്നത് കുട്ടനാടാണ്. ആൻഡ് ഓൾസോ പെരിയാർ ഗ്യാപ്പ് എന്ന് പറയുന്നത് കൂർഗ്, താമരശ്ശേരി പാസ് ഇതൊക്കെയായിട്ട് നമ്മളെ മൈസൂരുമായിട്ടൊക്കെ കണക്ട് ചെയ്യുന്ന ഒരു ഗ്യാപ്പും കൂടിയാണ് ഇത്. അങ്ങനെ നമുക്ക് ഒരുപാട് പാസ് പറയുന്നുണ്ട്. കമ്പമുണ്ട്, ആര്യങ്കാവുണ്ട്, പിന്നെ എന്താണ് അരുവാമൊഴി പാസ് ഉണ്ട്. അതെല്ലാം കേരളത്തിനെ നെയ്ബറിംഗ് സ്റ്റേറ്റ് ആയിട്ടുള്ള തമിഴ്നാടുമായിട്ട് കണക്ട് ചെയ്യുന്ന പാസുകളാണ്. പിന്നെ സീ ബോർഡിൻ്റെ എക്സാമ്പിൾ പറയുന്നുണ്ട്. അതായത് കണ്ണൂർ, കോഴിക്കോട്, കടലുണ്ടി, പൊന്നാനി, പിന്നെന്താണ് കൊച്ചി, കൊല്ലം ഇതൊക്കെയാണ് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര കേരളത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള സീ ബോർഡ്സ് എന്ന് പറയുന്നത്. ആൻഡ് അനദർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജിയോഗ്രഫിക്കൽ പോയിന്റ് ഓഫ് കേരള എന്ന് പറയുന്നത് വർക്കല ക്ലിഫ് ഉണ്ട്. നമുക്ക് നോർത്തിലാണെന്നുണ്ടെങ്കിൽ ഏഴിമല എന്ന് പറഞ്ഞൊരു ക്ലിഫും കൂടിയുണ്ട്. ഓക്കെ, അത് പിന്നെ അതുപോലെ തന്നെ 44 റിവേഴ്സ് ആണ് കേരളത്തിലുള്ളത്. 3 ഈസ്റ്റ് ഫ്ലോയിങ് ട്രിബ്യൂട്ടറീസ് ആണ്. കാവേരിയുടെ 3 ഈസ്റ്റ് ഫ്ലോയിങ് ട്രിബ്യൂട്ടറീസ് നമുക്കുണ്ട്. ഓൾ റിവേഴ്സ് ഓഫ് കേരള ഫ്ലോ ടു ദ വെസ്റ്റ് ആണ് ആൻഡ് ഓൾസോ ഇൻ ടു ദി അറേബ്യൻ സീ. മേജർ റിവേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ വരുന്നത് ചാലിയാർ വരുന്നുണ്ട്, പേരാർ അല്ലെങ്കിൽ ഭാരതപ്പുഴ, പിന്നെ പെരിയാർ, പമ്പ. ഇതെല്ലാം 200 കിലോമീറ്റേഴ്സോളം ലോങ് ആണ്. സെവറൽ അതർ വാട്ടർ ബോഡീസ് നമുക്കുണ്ട്. അതായത് ലേക്സ് ഉണ്ട്, ബാക്ക് വാട്ടേഴ്സ് ഉണ്ട്, വെള്ളച്ചാട്ടം ഉണ്ട്. ആൻഡ് ഓൾസോ എമോങ് ദം ലാർജസ്റ്റ് ലേക്ക് എന്ന് പറയുന്നത് ഏതാണ്? വേമ്പനാട് കായലാണ്. അത് ആലപ്പുഴയും കൊച്ചിയുമായിട്ട് 160 സ്ക്വയർ കിലോമീറ്ററിലാണ് സ്ട്രെച്ച് ചെയ്ത് കിടക്കുന്നത്. കായംകുളം ആൻഡ് അഷ്ടമുടിയാണ് അതർ ബിഗ് ലേക്സ് ഇൻ ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. കായംകുളത്ത് പിന്നെ ശാസ്താംകോട്ട കായലാണ് സ്വീറ്റ് വാട്ടർ ലേക്ക് ഇൻ കേരള എന്ന് അറിയപ്പെടുന്നത്. പിന്നെ നോർത്ത് മലബാറിലെ 3 ഇമ്പോർട്ടൻറ്റ് ലേക്സ് എന്ന് പറയുന്നത് കുമ്പള ഉണ്ട്, കൽനാടുണ്ട്, ബേക്കൽ ആൻഡ് കവ്വേ. അപ്പോൾ കേരളത്തിലെ ക്ലൈമറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആഗ്രോ ക്ലൈമാറ്റിക് സോണാണ്. എന്ന് വെച്ചാൽ നമുക്ക് അഗ്രികൾച്ചറിന് റിലേറ്റഡ് പിന്നെ എന്താണ് പറ്റിയ ഒരു ക്ലൈമാറ്റിക് സോണും കൂടിയാണ്. പക്ഷേ ഇപ്പോൾ ഹെവി റെയിൻഫോളും കാര്യങ്ങളും ഒക്കെ നമുക്ക് സൗത്ത് വെസ്റ്റിൽ നിന്ന് നോർത്ത് ഈസ്റ്റ് മൺസൂൺ വിൻഡിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ പിന്നെന്താണ് ഇടുക്കി ഡിസ്ട്രിക്റ്റിനാണ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള റെയിൻഫോൾ കിട്ടുന്നത്. ആദ്യമേ നമ്മുടെ ഹ്യൂമൻ ഹാബിറ്റേഷൻ തുടങ്ങിയത് ഹൈ റേഞ്ചിൽ നിന്നായിരുന്നു. പിന്നീട് അത് റെഡ് സോയിലുള്ള സ്ഥലങ്ങളിലോട്ട് വ്യാപിക്കുകയും അല്ലേ, പിന്നെ വെള്ളമുള്ള സ്ഥലത്തോട്ടൊക്കെയാണ് നമ്മൾ കൂടുതലും എന്ത് ചെയ്യാൻ തുടങ്ങിയത്, ആളുകൾ സെറ്റിൽമെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്തത്. ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം ആളുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അൺഈവനായിട്ടാണ് ഇവർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് താമസിച്ച് തുടങ്ങിയത്. ഓക്കെ, അതായത് എക്കണോമിക്കലായിട്ടും സോഷ്യോ കൾച്ചറൽ ഡെവലപ്മെൻ്റ് ഒക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പോപ്പുലേഷൻ്റെ എക്സ്പാൻഷനൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ കൂടുതലായിട്ടും കാണപ്പെടുന്നത് റെഡ് സോയിൽ ഏരിയയിലാണ് അല്ലെങ്കിൽ റെഡ് സോയിൽ ടെറൈനിലാണ് ഇത് കൂടുതലായിട്ടും പോപ്പുലേഷൻ കാണുന്നത്. 7th and 8th സെഞ്ച്വറി സിയിലാണ് അതായത് ഹ്യൂമൻ ബീയിങ്സ് ഈ വാട്ടർ ലോഗ്ഡ് അല്ലെങ്കിൽ വാട്ടർ സാച്ചുറേറ്റഡ് ഏരിയാസിലോട്ട് താമസിക്കാൻ തുടങ്ങിയത്. എന്നിട്ട് അവർ പാഡി ഫീൽഡ്സ് എല്ലാം എന്ത് ചെയ്യാൻ തുടങ്ങി, ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി, വെള്ളം ഡ്രെയിൻ ചെയ്തിട്ട് പിന്നെ അതിനെ പ്രൊഡക്റ്റീവ് സോയിലാക്കി മാറ്റി. എക്സാക്റ്റ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ പ്രോസസ്സ് ഒന്നും നമുക്കത് അറിയത്തില്ലെങ്കിലും ഇങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അഗ്രികൾച്ചർ എന്നുള്ള രീതിയിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ദെൻ ആളുകൾ ഇതുപോലെ അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്യുന്നു, ലേബർ തുടങ്ങുന്നു, പിന്നെ ലേബർ ഫോഴ്സ് വെച്ചിട്ട് മൊബിലൈസ് ചെയ്തിട്ടാണ് ഈ അഗ്രികൾച്ചറിനെ ഇത്രയും അധികം എസ്റ്റാബ്ലിഷ്ഡ് ആക്കി മാറ്റിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ലാൻഡ്സ്കേപ്പിനെ കുറിച്ച് പറയുന്നത്. അടുത്തത് നമ്മുടെ ഹിസ്റ്റോറിക്കൽ സോഴ്സസിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ആർക്കിയോളജിക്കൽ റിമെയിൻസ്, നമ്മളെക്കുറിച്ചുള്ള കാര്യങ്ങൾ, നമ്മളെക്കുറിച്ച് അതായത് എങ്ങനെ കേരളത്തിനെ കുറിച്ചുള്ള എവിഡൻസസ് എങ്ങനെയൊക്കെ കിട്ടി എന്നുള്ളതാണ് പറയുന്നത്. ആർക്കിയോളജിക്കൽ റിമെയിൻസിനകത്ത് പറയുവാണെന്നുണ്ടെങ്കിൽ പ്രൈമറി സോഴ്സ് ഓഫ് കേരളാസ് ഹിസ്റ്ററി എന്ന് പറയുന്നത് പ്രീ ഹിസ്റ്റോറിക് ടൈംസിലെ കുറിച്ച് നമുക്കറിയണമെന്നുണ്ടെങ്കിൽ ആർക്കിയോളജിക്കൽ റിമെയിൻസ് വെച്ചിട്ടാണ് നമുക്ക് സാധിച്ചിട്ടുള്ളത്. ഏർലിയസ്റ്റ് മേജർ കളക്ഷൻ എന്ന് പറയുന്നത് സ്റ്റോൺ ഏജ് ടൂൾസ് ആണ്. അത് പിന്നെന്താണ് അതായത് സ്റ്റോൺ ഏജിനെ കുറിച്ചുള്ള ടൂൾസ് നമുക്ക് ഇവിടുന്ന് ഡിറൈവ് ചെയ്തെടുത്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ചില സ്റ്റോൺ ടൂൾസ് എന്ന് പറയുന്നത് സ്റ്റോൺ ഏജിലെ തന്നെ ഉണ്ട്, അതുപോലെ തന്നെ പാലിയോളിത്തിക് ഏജിലെ ഉണ്ട്. പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ കാഞ്ഞിരപ്പുഴ എന്നുള്ള സ്ഥലത്ത് നിന്ന്, അതുപോലെ തന്നെ ശെന്തുരുണി എന്നുള്ള സ്ഥലം, തെന്മല, കൊല്ലം ഡിസ്ട്രിക്റ്റിൽ നിന്നൊക്കെ സ്റ്റോൺ ടൂൾസ് സ്റ്റോൺ ഏജിൻ്റെ ടൂൾസ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ നമുക്ക് മറയൂർ ഫോറസ്റ്റിൽ പ്രീ ഹിസ്റ്റോറിക് ആയിട്ടുള്ള കുറേ റോക്ക് ആർട്ട് സൈറ്റുകൾ നമ്മൾ
കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് മെസോളിത്തിക് ഏജിലെയാണ്. ആൻഡ് ഓൾസോ ഇടയ്ക്കൽ അല്ലെങ്കിൽ വയനാട് ഫോറസ്റ്റിലെ ഇടയ്ക്കൽ എന്നുള്ള സ്ഥലത്തൊക്കെ അവിടെ നിന്നും കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നിന്നൊക്കെ സ്റ്റോൺ ഏജ് ടൂൾസ് ഒക്കെ കണ്ടുപിടിച്ചിട്ടുള്ളത് മൈക്രോലിത്തിക് ഏജിൽ നിന്നുള്ളതാണെന്നാണ് പറയുന്നത്. പിന്നെ റോക്ക് ആർട്ട് ഏജ് അല്ലെങ്കിൽ റോക്ക് ആർട്ട് എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനകത്തു നിന്നാണ് നമ്മൾ കൾട്ടിവേഷൻ്റെ ടെറസ്റ്റ് ഫീൽഡാണ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യാൻ എടുത്തതെന്നും അഗ്രികൾച്ചറിൻ്റെ ബിഗിനിങ്ങും ഒക്കെ ഇതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മോസ്റ്റ് വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ആർക്കിയോളജിക്കൽ റിമൈൻസ് ഇൻ കേരള ആൻഡ് സൗത്ത് ഇന്ത്യ എന്ന് പറയുന്ന അയൺ ഏജിനെയാണ്. അത് ബെറിയൽ സിസ്റ്റമായിട്ടും അതുപോലെ തന്നെ റോക്ക് കട്ട് ചേംബറായിട്ടും സ്റ്റോൺ സർക്കിളായിട്ടും നമുക്ക് ഈ ഏൺ എന്ന് പറഞ്ഞ പാത്രം ഉണ്ടല്ലോ, URNS ഏൺസിനകത്തു നിന്നൊക്കെ നമുക്കത് മനസ്സിലായിട്ടുണ്ട്. ചില ബെറിയൽസ് എന്ന് പറയുന്നത് ഹ്യൂജ് സ്റ്റോൺ അലൈൻമെൻറ്റ് വെച്ചിട്ടാണ്. അതിനെയാണ് നമ്മൾ മെഗാലിത്തുകളെന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ റിമൈൻസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര റിച്ച് ആയിട്ട് ആർക്കിയോളജിക്കൽ എവിഡൻസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അയൺ ആർട്ടിഫാക്ട്സ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓൾസോ വെറൈറ്റി ഓഫ് പോട്ടറി ഉണ്ട്. സെമി പ്രഷ്യസ് സ്റ്റോൺസ് ആയിട്ടുള്ള കെർണീലിയൻ അല്ലെങ്കിൽ ബീഡ്സ് ഇതൊക്കെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയൺ സ്മെൽറ്റിംഗ് ഉണ്ടായിരുന്നു എന്നും ആർട്ടിഫാക്റ്റുകൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്നും സെറാമിക്സും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഒരുപാട്, അതായത് നമ്മളിപ്പോൾ പെനിൻസുലാർ ഇന്ത്യ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓൾ ഓവർ ദ സ്റ്റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മെഗാലിറ്റ്സ് സൈറ്റ്സ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ സിസ്റ്റമാറ്റിക്കലി എക്സ്കവേറ്റ് ചെയ്തും പഠിച്ചതും ഒക്കെ വളരെ കുറവാണ്. എക്സ്കവേഷൻസ് നമ്മൾ കാഞ്ഞങ്ങാട്, മാഹി, വയനാട്, മലപ്പുറം ഡിസ്ട്രിക്റ്റിലും കുന്നംകുളം, അതുപോലെ തന്നെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലും കൊല്ലത്ത് മങ്ങാടിലും ഒക്കെ നമ്മൾ എക്സ്കവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തെല്ലാം മോണിമെൻറ്റ്സ് നമുക്ക് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ ആർക്കിയോളജിക്കൽ നമ്മളെക്കുറിച്ചുള്ള ആർക്കിടെക്ചറൽ നോളജ് ഇതെല്ലാം ഇവിടുന്ന് തന്നെയാണ് നമുക്ക് ക്ലൂ കിട്ടിയിട്ടുള്ളത്. ഇനി എറണാകുളം ഡിസ്ട്രിക്റ്റിലെ പട്ടണം എന്നുള്ള സ്ഥലത്ത് ഒരു വില്ലേജാണ്. പട്ടണം എന്നൊരു വില്ലേജാണ്. അതെന്ന് പറയുന്നത് അവിടെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റമാറ്റിക്കലി കൂടുതലും എക്സ്കവേറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ നിന്ന് ഒരുപാട് സൈറ്റ് നമ്മൾ സിസ്റ്റമാറ്റിക്കലി എക്സ്കവേറ്റ് ചെയ്തിട്ടുണ്ട്. അത് സെവറൽ റീസൺസ് ആണുള്ളത്. ബിക്കോസ് ആ സൈറ്റ് എന്ന് പറയുന്നത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് പെരിയാർ റിവറിൻ്റെ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ചാനലിൻ്റെ അടുത്താണ്. അതിൻ്റെ ആ ഒരു റിവർ ചാനലിൻ്റെ അടുത്തു നിന്നാണ് നമ്മൾ ആ സൈറ്റ് കിടക്കുന്നത്. പിന്നെ പട്ടണം എന്നുള്ള ആ ഒരു വില്ലേജിൽ അയൺ ഏജ് ഹാബിറ്റേറ്റ് ആണ് കൂടുതലായിട്ടും ഉള്ളത്. പിന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറാമിക്സ് ഉണ്ടായിരുന്നു. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പാത്രങ്ങൾ, വെറൈറ്റി പാത്രങ്ങൾ നമ്മൾ അവിടെ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ വുഡ്, പ്ലാന്റ് ഫൈബർ, സ്പൈസസ്, വെജിറ്റബിൾസ്, നട്ട്സ്, ബീഡ് മെറ്റീരിയൽസ്, അൺകട്ട് ആയിട്ടുള്ള ജെം സ്റ്റോൺസ്, കോപ്പർ, ബ്രോൺസ് ആൻഡ് അയൺ ഒബ്ജക്ട്സ്, സെവറൽ കോപ്പർ കോയിൻസ്, റൂഫ് ടൈൽസ്, ഇതെല്ലാം നമ്മൾ ആ ഒരു സ്ഥലത്ത് നിന്ന് കണ്ടുപിടിച്ചിട്ടും ഉണ്ട്. ഓക്കെ, ജാർസും ബൗൾസും ഒക്കെയാണ് ഇൻഡിക്കേറ്റ് ചെയ്തിരുന്നത് നമുക്ക് മാരിടൈം ട്രേഡ് ഉണ്ടായിരുന്നു എന്നുള്ളത് കാണിച്ചു തന്നിരിക്കുന്നത്. വെള്ളത്തിലൂടെയുള്ള ട്രേഡ് നമ്മൾ കണ്ടക്ട് ചെയ്തിരുന്നു എന്ന്. പിന്നെ സെമി പ്രഷ്യസ് സ്റ്റോൺസിൻ്റെയൊക്കെ ബീഡ്സും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അതിനകത്തുനിന്ന്. അപ്പോൾ നല്ല രീതിയിൽ ക്രാഫ്റ്റ് ഗുഡ്സ്, വോളിമിനസ് ക്വാണ്ടിറ്റിയിൽ ഇത്രയും ക്രാഫ്റ്റ് ഗുഡ്സ് ഒക്കെ നമ്മൾ എക്സ്കവേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ആർക്കിടെക്ചറൽ റിമൈൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാവ് ഷ്രൈൻസ്, അതായത് നമ്മുടെ കാവുകളുണ്ടല്ലോ, അത് ബ്രാഹ്മണിക്കൽ ടെമ്പിൾസ്, ജൈന മതക്കാരുടെ ആ ബിൽഡിങ്സ്, ബുദ്ധിസ്റ്റ് റിലിക്സ്, മോസ്ക്, സിനഗോഗുകൾ, ചർച്ചുകൾ ഫ്രം 10th century CE ആൻഡ് ഓൾസോ പാലസസ് ഫ്രം 18th century CE എല്ലാം നമുക്ക് നമ്മുടെ കൺസ്ട്രക്ഷനെ കുറിച്ചും ആർട്ടിസ്റ്റിക് സ്റ്റൈലിനെ കുറിച്ചും കാണിച്ചു തന്നിട്ടുണ്ട്. എക്സ്പ്ലോർ ചെയ്ത് നമുക്ക് എക്സാമിൻ ചെയ്തപ്പോൾ നമുക്ക് കേരളത്തിലെ ആർക്കിടെക്ചറിനെ കുറിച്ച് ഒരുപാട് പഠിക്കാൻ സാധിച്ചു. അപ്പോൾ അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മോഡ്സ് ഓഫ് വർഷിപ്പ്, റിലീജിയസ് ഐഡിയോളജീസും ആയിരുന്നു അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ കമ്പയർഡ് ടു അതർ ഏരിയാസ് ഇൻ സൗത്ത് ഇന്ത്യ, ഹ്യൂജ് ടെമ്പിൾ ആർക്കിടെക്ചറും റിച്ച് സ്കൾപ്ചേഴ്സും നമ്മുടെ കേരളത്തിൽ ആബ്സെൻ്റ് ആണ്. ആൻഡ് ഓൾസോ ഏർലി ടെമ്പിൾസ് ഓഫ് കേരള എന്ന് പറയുന്ന രാജാക്കന്മാരല്ല കൺസ്ട്രക്ട് ചെയ്തിരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഹ്യൂജ് ആർക്കിടെക്ചറൽ അല്ലെങ്കിൽ ഭയങ്കര അക്കംപ്ലിഷ്മെൻ്റ് ഒന്നും നമുക്ക് കാണാൻ സാധിക്കത്തില്ല. ആൻഡ് ഓൾസോ അഥവാ ഇനി വല്ല ഹ്യൂജ് ആയിട്ടുള്ളൊരു ആർക്കിടെക്ചറൽ ഡിസൈൻ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ അത് രാജാക്കന്മാർ പണിയിച്ചായിരിക്കും. അങ്ങനെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവഞ്ചിക്കുളം ടെമ്പിൾസും അതുപോലെ തന്നെ തൃക്കുലശേഖരപുരം എന്നുള്ള ആ സ്ഥലത്തുള്ള ടെമ്പിൾസ് എന്ന് പറയുന്നത് റോയൽ കണക്ഷൻസുമായിട്ടും ഒക്കെ കണക്റ്റഡ് ആണ്. ഓക്കെ, റോയൽ കണക്ഷൻസ് ഒക്കെ ഉള്ള ടെമ്പിൾസ് ആണ്. ഈവൻ അമംഗ് ലേറ്റർ ടെമ്പിൾസിലും ഹ്യൂജ് സ്ട്രക്ചേഴ്സ് ആബ്സെൻ്റ് ആണ്. ആൻഡ് ഓൺലി എക്സെപ്ഷൻ എന്ന് പറയുന്നത് പത്മനാഭസ്വാമി ടെമ്പിൾ ഇൻ ട്രിവാൻഡ്രം ആണ്. അവിടുത്തെ ഗോപുരം, അതായത് ഗേറ്റ് ഹൗസ് ടവർ, അത് വളരെ ബിഗ് ആണ്.
ആൻഡ് ഓൾസോ വിച്ച് ഇസ് ഡിഫറെൻറ്റ് ഫ്രം ദ റെസ്റ്റ് ഇൻ ദ സ്റ്റേറ്റ്. അതായത് വേറെ ടെമ്പിൾസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഗോപുരം, ഗേറ്റ് അതെന്ന് പറയുന്ന ഡിഫറൻറ്റും കൂടിയാണ്. ഓക്കെ, അത് തിരുവിതാംകൂർ കിങ് അനിരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണിത് എന്ത് ചെയ്യുന്നത്, പിന്നെ ദ ഫൗണ്ടർ ഓഫ് ആബ്സല്യൂട്ട് മൊണാർക്കി ഇൻ ദ കിങ്ഡം. അദ്ദേഹത്തിൻ്റെ ആ ഒരു ആർക്കിടെക്ചർ അദ്ദേഹത്തിൻ്റെ റൂളിനെ അല്ലെങ്കിൽ ആ രാജാവിനെയാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി കോയിൻസ് വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ടൈപ്സ് ഉണ്ട്. ഡയറക്റ്റ് എവിഡൻസ് ഉണ്ട്, അത് ഏൻഷ്യൻ റോമൻ കോയിൻസും അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ പഞ്ച് മാർക്ക്ഡ് കോയിൻസ് ഉണ്ട്. രണ്ടാമത്തത് ഇൻഡയറക്റ്റ് എവിഡൻസ്, അതെന്ന് പറയുന്നത് റെഫറൻസസ് ആണ്, ഈ ഇൻസ്ക്രിപ്ഷൻസിൽ നിന്നും മെഡിവൽ പോയട്രിയിൽ നിന്നും നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആദ്യത്തേത് നമ്മൾ കുഴിച്ചെടുത്ത സംഭവങ്ങളുണ്ട് റിയൽ ആയിട്ടുള്ളത്, രണ്ടാമത്തേത് റെഫറൻസ് വഴി. റോമൻ ആൻഡ് പഞ്ച് മാർക്ക് കോയിൻസ് എന്ന് പറയുന്നത് നമ്മൾ കേരളത്തിൽ ഒരുപാട് സെവറൽ സൈറ്റ്സിൽ നിന്ന് ഡിസ്കവർ ചെയ്തെടുത്തതാണ്. മോസ്റ്റ് ഓഫ് ദം ആക്സിഡൻ്റൽ ഡിസ്കവറി ആയിരുന്നു. കോട്ടയം, പാനങ്ങാട്, കാഞ്ഞിരപ്പള്ളി, പട്ടണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ. വൈൽ ഇൻ സം പ്ലേസസ് ഓൺലി ഹാൻഡ്ഫുൾ വെയർ ഫൗണ്ട് ആയിരുന്നു. ഇൻ അതർ പ്ലേസസ് ഒരുപാട് കോയിൻസ് കിട്ടിയിട്ടുണ്ട്, ഭയങ്കരമായിട്ട് കോയിൻസ് കിട്ടിയിട്ടുണ്ട്. നോർത്ത് കോട്ടയത്തിൽ ഒരു റെയർ സിൽവർ പഞ്ച് മാർക്ക് കോയിൻസ് 53 വെറൈറ്റീസ് നമ്മൾ കണ്ടെടുത്തിട്ടുണ്ട്. അതൊക്കെ 6th and 4th century BC യിലുള്ളതായിരുന്നു എന്നാണ് പറയുന്നത്. ഈ കോയിൻസ് എന്ന് പറയുന്നതെല്ലാം വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടും വെറൈറ്റി ആയിട്ടുള്ളതാണ്, വളരെ ഫൈനായിട്ട് നിർമ്മിച്ചതാണ്. അപ്പോൾ നമ്മൾ ഈ കോയിൻസിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ന്യൂമിസ്മാറ്റിക് എന്ന് പറയുന്നത്. ന്യൂമിസ്മാറ്റിക് സ്റ്റഡീസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ദി റോമൻ കോയിൻസ് എന്ന് പറയുന്നത് ബിലോങ് ടു 1st and 3rd century CE എന്നാണ് പറയുന്നത്. അപ്പോൾ ഗ്രീസുമായിട്ട് റോമൻ മാരിനേഴ്സുമായിട്ട് നമുക്ക് ബന്ധമുണ്ടെന്നുള്ളത് കാണിക്കുന്നതാണ് ഈ ഒരു കോയിൻസിൻ്റെ ഒരു എവിഡൻസ് എന്ന് പറയുന്നത്. പിന്നെ റോമും അതുപോലെ തന്നെ നമുക്ക് മാരിടൈം ട്രേഡ് ആയിരുന്നു. സോ ദിസ് വാസ് പോസിബിൾ എന്നാണ് പറയുന്നത്. ഇനി ഇൻസ്ക്രിപ്ഷൻസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6 ബ്രഹ്മി ഇൻസ്ക്രിപ്ഷൻസ് കേരളത്തിൽ ഡിസ്കവർ ചെയ്തിട്ടുണ്ട്. ഡിഫറെൻറ്റ് പാർട്സ്, അതായത് കാസർഗോഡ്, വയനാട്, എടക്കൽ കേവിലും പിന്നെ നിലമ്പൂരിലും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻസ്ക്രിപ്ഷൻസിൻ്റെ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ഇൻസ്ക്രിപ്ഷൻസ് ഓഫ് കേരള എന്ന് പറയുന്ന ഓൾഡ് മലയാളം ലാംഗ്വേജിലായിരിക്കും എൻഗ്രേവ് ചെയ്തിരിക്കുന്നത്, സ്റ്റോണിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അതല്ല 9th and 12th century CE ഹാപ്പൻ ചെയ്തിരിക്കുന്നത്. ഈ ഇൻസ്ക്രിപ്ഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഒസ്പീഷ്യസ് എക്സ്പ്രഷനോട് കൂടിയാണ്, സ്വസ്തി സ്ത്രീ എന്നുള്ള ആ ഒരു സിമ്പലോട് കൂടിയാണ് തുടങ്ങുന്നത്. അതുപോലെ തന്നെ നെയിം ആൻഡ് ഇയർ ഓഫ് ദി കിങ്സ് റൂളും ഇതിനകത്ത് ടൈം ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ കിങ്ങിൻ്റെ നെയിമൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ റോയൽ പ്രൊക്ലമേഷൻസും എല്ലാം സ്റ്റോണിൽ എൻഗ്രേവ് ചെയ്തേക്കുന്നത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ കുറച്ച് റോയൽ സ്റ്റേറ്റ്മെന്റുകൾ മാത്രമേ, അതായത് രാജാവ് ഇറക്കുന്ന പ്രൊക്ലമേഷൻസ് ഉണ്ടല്ലോ, ശാസനകൾ, അതും നമുക്ക് കല്ലിൽ കൊത്തിയത് കാണാൻ സാധിക്കും. ഈ ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറയുന്ന പ്രൈമറിലി ഡിസിഷൻസ് എടുക്കുന്നത് അസംബ്ലിയാണ് അല്ലെങ്കിൽ സഭയാണ്. അതിനകത്ത് ബ്രാഹ്മണ ലാൻഡ് ലോഡ്സ് അല്ലെങ്കിൽ ടെമ്പിൾ കമ്മിറ്റീസ് ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ ഫ്യൂ ഇൻസ്റ്റൻസസിൽ മാത്രമേ ഉള്ളൂ സച്ച് ഡിസിഷൻസ് കോപ്പർ പ്ലേറ്റുകളിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. ബാക്കിയെല്ലാം സ്റ്റോണിലാണ് ചെയ്യുന്നത്. പിന്നെ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ നിന്ന് റീസെൻ്റ് ആയിട്ട് പ്രശസ്തി അല്ലെങ്കിൽ യൂലജി എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ ഡിസ്കവർ ചെയ്തിട്ടുണ്ട് അരീക്കോട് എന്നുള്ള സ്ഥലത്ത് നിന്ന് മലപ്പുറത്ത്. അപ്പം പെരുമാൾ രാജശേഖര എന്ന് പറഞ്ഞ രാജാവിനെ യൂളജൈസ് ചെയ്തിട്ടുള്ളൊരു റെക്കോർഡായിരുന്നു അത്. ഓക്കെ, നമുക്ക് എങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡേറ്റ് നമ്മൾ പരിശോധിച്ച് നോക്കിയപ്പോൾ ഈ രാജാവിൻ്റെ റൂളായിരുന്നു ആ സമയത്ത്. ആൻഡ് ഇത് മാത്രമേ ഉള്ളൂ നമ്മൾ കേരളത്തിൽ നിന്ന് നമുക്ക് പ്രശസ്തി എന്നുള്ള സംഭവം കിട്ടിയിട്ടുള്ളത്. 2 അതർ വെൽ നോൺ കോപ്പർ പ്ലേറ്റ്സ് എന്ന് പറയുന്നത് തരിശപ്പള്ളി പ്ലേറ്റും ജൂയിഷ് പ്ലേറ്റ്സുമാണ്. അതായത് ഈ കോപ്പർ പ്ലേറ്റ്സിനകത്ത് നമ്മൾ താളിയോല പോലെ സംഭവം ഉണ്ടല്ലോ, അതുപോലെ കോപ്പർ പ്ലേറ്റ് അതായത് ഇങ്ങനെ റെക്റ്റാങ്കുലർ ഷേപ്പിനകത്ത് ഇങ്ങനെ കൊത്തിവെക്കും. ഓക്കെ, അതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രാജാക്കന്മാരെന്തെങ്കിലും റൈറ്റ്സോ പ്രിവിലേജസോ ഗ്രാൻഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ലാൻഡ് കൊടുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതൊക്കെ അതിനകത്താണ് എഴുതി വെക്കുന്നത്. പിന്നെ ടെമ്പിളിനെ കുറിച്ചും എക്കണോമിക്കലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്, സോഷ്യോ പൊളിറ്റിക്കൽ അഫയേഴ്സ്, കൾച്ചറൽ അഫയേഴ്സിനെ കുറിച്ചും ഇതിനകത്ത് എഴുതി വെക്കാറുണ്ട്. ഇനിഷ്യലി പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആയിരുന്നു ഇതിൻ്റെ, അതായത് നമ്മൾ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കോണ്ടന്റ് ആയിരുന്നു ഇൻസ്ക്രിപ്ഷൻസിലായിട്ട് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. എസ്പെഷ്യലി നെയിം ആൻഡ് ഡേറ്റ് ഓഫ് ദ കിങ് ആയിരുന്നു ഇമ്പോർട്ടൻസിന് എഴുതിയിരിക്കുന്നത്. സബ്സിക്വൻ്റ്ലി പിന്നീട് എന്തായിട്ട് മാറി, സൊസൈറ്റിയെക്കുറിച്ചുള്ളതും എക്കണോമിക് ആയിട്ടുള്ള കാര്യങ്ങളും ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് ചെയ്യാൻ തുടങ്ങി. നെക്സ്റ്റ് വരുന്നത് ആർക്കൈവൽ മെറ്റീരിയൽ ആണ്. ആൻഡ് ഇറ്റ് സീംസ് ദാറ്റ് നമ്മൾ ആർക്കൈവൽ മെറ്റീരിയൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാം ലീഫ് റെക്കോർഡ്സ് അല്ലെങ്കിൽ താളിയോലകളിൽ നിന്നാണ് നമുക്ക് കൂടുതൽ കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഓരോ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഹൗസ് ഹോൾഡുകൾ പോലും, അതായത് ഈ തറവാട് വീടുകളൊക്കെ കാണുമല്ലോ, അപ്പോൾ അവർക്കും അവരുടേതായിട്ടുള്ള ഈ താളിയോലകളിലൊക്കെ അവരുടെ ഡെയിലി കാര്യങ്ങൾ, പിന്നെ അവരുടെ ഫാമിലി ഹിസ്റ്ററി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം
എന്താ പറയുക നാൾവലി എന്നുള്ള രീതിയിൽ അവരും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവൻറ്റ്സും ഒക്കേഷൻസും ഒക്കെ അവരും റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആൻഡ് ഓൾസോ പിന്നെ അങ്ങനെ പാം ലീഫ് മാനസ്ക്രിപ്റ്റ്സ്, അതായത് ഗ്രന്ഥാവലി കൂടുതലായിട്ട് നമുക്ക് ഓരോ സ്ഥലങ്ങളിൽ കാണാൻ സാധിക്കും. ഗുരുവായൂർ ടെമ്പിളിലും ഒക്കെ അതിൻ്റെ റെക്കോർഡ്സ് ഉണ്ട്. പിന്നെ എന്താണ് കവളപ്പാറ റെക്കോർഡ്സ് ഒക്കെ ഇതിന് എക്സാമ്പിളാണ്. പിന്നെ പോർച്ചുഗീസുകാരെ കുറിച്ചും ഡച്ചുകാരെ കുറിച്ചും ഫ്രഞ്ചുകാരെ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, റോയൽ ഗവൺമെൻറ് റെക്കോർഡ്സ്, ഇതെല്ലാം എന്താണ് നമുക്ക് ഈ ഒരു പിന്നെ പാം ലീഫിൻ്റെ മെറ്റീരിയൽ നമുക്ക് കാണാൻ സാധിച്ചു. അതായത് റെക്കോർഡ്സ് എല്ലാം നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തിട്ടുണ്ട്. ആൻഡ് ഈ റെക്കോർഡ്സ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ 17th സെഞ്ച്വറി സിയെ കുറിച്ച് നമുക്ക്, അതായത് പിന്നെ സിൻ 17th സെഞ്ച്വറി സി നമ്മുടെ കേരളത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയുന്നത് ഈ ഒരു പ്രൈമറി കാറ്റഗറി റെക്കോർഡ്സിൽ നിന്നാണ്. ഓക്കെ, ഈവൻ ലോക്കൽ ചീഫ്ലി ഫാമിലീസും ആ സമയത്ത് അങ്ങനെയുള്ള ഫാമിലീസ് പോലും ഡോക്യുമെന്റ് ബേസ് ചെയ്തിട്ടുണ്ട്. അതായത് ഡോക്യുമെന്റ്സ് എല്ലാം ഇതിന്റെ ബേസിസിൽ അല്ലെങ്കിൽ ഈ താളിയോലകൾ പോലുള്ള കാര്യങ്ങളാണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് റൂളിംഗ് ഹൗസസ്, അതുപോലെ തന്നെ ബിഗ് ടെമ്പിൾസ്, അവരുടെ ഡെയിലി അഫെയർസ്, അതെല്ലാം ഈ ഗ്രന്ഥാവലിയുടെ രൂപത്തിൽ എന്താ പറയുക, പത്മനാഭസ്വാമി ടെമ്പിളിലൊക്കെ ട്രിവാൻഡ്രത്തൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ആ ഒരു സമയത്തെ അല്ലെങ്കിൽ അമ്പലമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാവരെയും താളിയോലകളിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. ദെൻ പാലസ് ആർക്കൈവ്സും അതുമൊക്കെ എന്താണ് ന്യൂ മോഡ് ഓഫ് ഡോക്യുമെന്റേഷൻ ആയിട്ട് മാറി. പ്രിന്റിംഗ് പ്രസ്സും ബ്രിട്ടീഷ് പവറും ഒക്കെ വന്നപ്പോൾ അപ്പം ഡോക്യുമെന്റേഷൻ്റെ ആ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് മദ്രാസ് പ്രസിഡൻസിയിൽ നിന്ന്, അതായത് ബ്രിട്ടീഷുകാർ വന്ന സമയത്ത് പ്രിന്റിംഗ് പ്രസ്സൊക്കെ വന്ന സമയത്ത് പാലസ് ആർക്കൈവ്സ്, അതായത് റോയൽ പാലസിലുള്ള കാര്യങ്ങളെല്ലാം ഡോക്യുമെന്റ് ചെയ്ത് വെക്കാൻ തുടങ്ങി. അത് മദ്രാസ് പ്രസിഡൻസിയിൽ നിന്ന് തിരുവിതാംകൂറിലോട്ടും അവരും എന്ത് ചെയ്തിട്ടുണ്ട്, ഡോക്യുമെന്റേഷനും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ അവർ ഗവൺമെൻറ് റെക്കോർഡ്സും അസസ്മെൻറ്റ് റിപ്പോർട്ടും എല്ലാം പബ്ലിഷ് ചെയ്യാനും തുടങ്ങി. അങ്ങനെ സെലക്ഷൻസ് ഫ്രം ദ റെക്കോർഡ്സ് ഓഫ് ട്രാവൻകൂർ എന്നും പറഞ്ഞ് 1860 ഒരു ഡോക്യുമെന്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത് പിന്നെന്താണ്, എവരുടെ അക്കൗണ്ടിങ്ങും ബുക്ക് കീപ്പിങ്ങും മാത്രമല്ല, ലാൻഡിനെ കുറിച്ച്, ആളുകളെ കുറിച്ച്, റിസോഴ്സസിനെ കുറിച്ച്, കസ്റ്റംസ്, പ്രാക്ടീസസ് ആൻഡ് കൾച്ചർ, ഹിസ്റ്ററി, ഇതിനെക്കുറിച്ചൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാ ദിവസത്തെ ട്രാൻസാക്ഷൻസ് ഇതെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കോംപ്രിഹെൻസീവ് മാനുവൽ ആക്കി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ആ സമയത്തൊക്കെ. അപ്പോൾ അതാണ് ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവൽ എന്നും പറഞ്ഞ് 1906 നമുക്ക് അത് ഒരു റോയൽ ഓർഡർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, റിട്ടേൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു വർക്കാണ്, ആ ഒരു ഡോക്യുമെൻ്റാണ് ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവൽ എന്ന് പറയുന്നത്. ഈ മാനുവൽ എഴുതിയത് വി നാഗം അയ്യേ ആണ്. ആൻഡ് ഓൾസോ ഫിസിക്കൽ ഫീച്ചേഴ്സ്, ബൗണ്ടറി, ജിയോളജി, ക്ലൈമറ്റ്, റെയിൻഫോൾ, പ്ലാന്റ്സ്, ആനിമൽസ്, ഹിസ്റ്ററി, തിരുവിതാംകൂറിലെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയ ഒരു ഇതാണ് കാസ്റ്റ് ആൻഡ് ട്രൈബ് ഓഫ് സദേൺ ഇന്ത്യ എന്ന് പറഞ്ഞ് എഡ്ഗർ തേഴ്സ്റ്റൺ എഴുതിയത്. അതൊരു ബ്രിട്ടീഷ് കൊളോണിയൽ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ലാൻഡിനെ കുറിച്ചും ആളുകളെ കുറിച്ചും ഒക്കെ പഠിക്കാനെന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അറിയാനെന്നുള്ള രീതിയിൽ ഇറക്കിയതാണ് കാസ്റ്റ് ആൻഡ് ട്രൈബ്സ് ഓഫ് സദേൺ ഇന്ത്യ എന്നുള്ള ഡോക്യുമെന്റ്. അത് 7 വോളിയൂംസ് ആയിട്ടാണ് ഇറക്കിയത്. 1909 സ്റ്റാർട്ട് ചെയ്തത്. ഇനി ലിറ്റററി സോഴ്സസ് ആണ്. ഡിസ്ക്രിപ്ഷൻസ് ആൻഡ് നോട്ട്സ് ഓഫ്, അതായത് ഗ്രീസിലെയും റോമൻ നാവിഗേറ്റേഴ്സിൻ്റെ കാര്യങ്ങൾ, ഡിസ്ക്രിപ്ഷൻസ്, അവരുടെ നോട്ട്സ്, ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ഹിസ്റ്ററിയെക്കുറിച്ചുള്ളൊരു പ്രൈമറി സോഴ്സായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. പെരിപ്ലസ് ഓഫ് എർത്രേറിയൻ സീ, അതൊരു അൺനോൺ മാരിനറാണ് ഫസ്റ്റ് സെഞ്ച്വറി സിയിൽ എഴുതിയത്. നാച്ചുറൽ ഹിസ്റ്ററി ഓഫ് പ്ലൈനി, അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സെഞ്ച്വറി സിയിലുള്ളതാണ്. ടോളമിയുടെ ജോഗ്രഫി എന്നുള്ള വർക്ക്, ഇത്രയും കാര്യങ്ങളിൽ നിന്ന് നമുക്ക് നമ്മുടെ കേരളത്തിലെ ഹിസ്റ്ററിയെക്കുറിച്ച് പ്രൈമറി സോഴ്സ് അക്കൗണ്ട്സ് ആണ് ഇത്രയും കാര്യങ്ങൾ, ഇത്രയും വർക്ക്സ്. അപ്പം നമ്മുടെ പോർട്ടിനെ കുറിച്ച്, നമ്മുടെ മെർക്കൻഡൈസ്, ഇതിനെക്കുറിച്ചെല്ലാം, ഇന്ത്യയെക്കുറിച്ചും അതുപോലെ തന്നെ ഇന്ത്യയുടെ ആളുകളെക്കുറിച്ചും കേരളത്തിനെക്കുറിച്ചൊക്കെ നമുക്ക് ഇതിനകത്ത് നിന്ന് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഏൻഷ്യൻ്റ് ആയിട്ടുള്ള തുറമുഖങ്ങൾ, ലൊക്കേഷൻ, അവരുടെ ആക്സസിബിലിറ്റി, എന്തൊക്കെ പ്രോഡക്ട്സ് എക്സ്പോർട്ട് ചെയ്തു, ഇമ്പോർട്ട് ചെയ്തു, ഇതെല്ലാം നമുക്കറിയാൻ സാധിച്ചിട്ടുണ്ട്. ആൻഡ് ഓൾസോ തമിഴ് ഹീറോയിക് ഫോംസ് ഒക്കെ ഉണ്ടല്ലോ തമിഴകത്തിൽ, അതായത് നമ്മുടെ ആ ഒരു പീരീഡിൻ്റെ സമയത്ത് 3rd സെഞ്ച്വറി BC to 3rd സെഞ്ച്വറി CE ആ സമയത്തൊട്ടുള്ള തമിഴ് ഹീറോയിക് പോംസിനകത്ത് തൊട്ട് എല്ലാം നമുക്ക് സംഘം ലിറ്ററേച്ചറിലെയൊക്കെ കാര്യങ്ങൾ നമുക്കിതിനകത്ത് അറിയാൻ അതായത് സംഘം ലിറ്ററേച്ചറിൽ നിന്ന് ആ ഒരു ഇതിനകത്ത് നിന്ന് തന്നെ നമുക്ക് പല കാര്യങ്ങളെക്കുറിച്ചും കേരളത്തിലെക്കുറിച്ചുള്ള പല കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ സംഘം ലിറ്ററേച്ചറിനെ കുറിച്ചാണ് നമ്മൾ കുറച്ചും കൂടി നോക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ഒരുപാട് ഇന്ത്യൻ ലിറ്റററി വർക്ക്സ് ആ സമയത്ത് ഇറങ്ങിയിരുന്നതിനകത്തുനിന്ന് നമുക്ക് കേരളത്തിനെ കുറിച്ചുള്ള ഹിസ്റ്റോറിക്കൽ സോഴ്സസ് ആയിട്ട് അത് യൂസ് ചെയ്തിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഈ ഗ്രീസിലെ റോമൻ ടെക്സ്റ്റ് പോലെ അല്ലായിരുന്നു, കുറച്ചൊക്കെ ഇമാജിനറി ആയിട്ടും ലിറ്റററി ആയിട്ടും ഉള്ള ടെക്സ്റ്റുകൾ ഇറങ്ങിയിരുന്നു. പക്ഷേ എന്നാലും അതിനകത്ത് നമ്മുടെ സൊസൈറ്റിയെക്കുറിച്ചും ഇവൻസിനെ കുറിച്ചും കേരളത്തിലെ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങും ഇങ്ങും പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു.
അതിലുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്, ഒരു കാറ്റഗറിയാണ് തമിഴ് ഹീറോയിക് പോംസ് അല്ലെങ്കിൽ സംഘം ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ സംഘം എന്നുള്ള ടേം എന്ന് പറയുന്നത് തന്നെ ഒരു റോയൽ അസംബ്ലി ഓഫ് പോയറ്റ്സ്, അതായത് പാണ്ഡ്യ രാജാക്കന്മാരുടെ കീഴിലുള്ള റോയൽ അസംബ്ലി ഓഫ് പോയറ്റ്സിനെയാണ് നമ്മൾ സംഘം പോയറ്റ്സ് എന്ന് അല്ലെങ്കിൽ സംഘം എന്നുള്ള ടേം യൂസ് ചെയ്ത് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ 3 സംഘംസ് ഉണ്ടായിരുന്നു എന്നും അത് പിന്നെന്താണ് അതിനകത്ത് അവരുടെ ഏർലി പോംസ് എല്ലാം ഫ്ലഡിൽ ലോസ്റ്റായി പോയെന്നുമാണ് പറയുന്നത്. ഏർലിയർ തമിഴ് സ്കോളേഴ്സ് ബിലീവ് ചെയ്തിരുന്ന സംഘം എന്ന് പറയുന്നത് റോയൽ അക്കാഡമി ഓഫ് പോയറ്റുകൾ എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ പുതിയ റിസർച്ച് സജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മങ്കുകൾ അല്ലെങ്കിൽ ഈ സന്യാസിമാരുണ്ടല്ലോ അവരുടെ ഒരു ഗ്രൂപ്പിനെയായിരുന്നു അവരെല്ലാവരും കൂടെ പോംസ് എല്ലാം ഓർഗനൈസ് ചെയ്ത് ആന്തോളജീസ് അല്ലെങ്കിൽ കളക്ഷൻസ് ആക്കി മാറ്റി. അവരെയാണ് സംഘം എന്നാണ് പറയുന്നതെന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഈ പോംസ് എന്ന് പറയുന്നത് 3 or 4 centuries ബിഫോർ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അവർ പിന്നീടാണ് അതിനെ കമ്പൈൽ ചെയ്ത് ആന്തോളജി ആക്കി മാറ്റിയത്. അതുകൊണ്ട് തന്നെ സംഘം ലിറ്ററേച്ചർ, സംഘം ഏജ്, സംഘം സൊസൈറ്റി എന്നൊക്കെയുള്ള പേരുകൾ മിസ്ലീഡിംഗ് ആണെന്നും പറയുന്നുണ്ട്. ഓക്കെ, റോങ് ആയിട്ട് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് സംഘം പീരീഡിൽ തന്നെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല എന്നും പറയുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദെൻ സ്കോളർ ആയിട്ടുള്ള കൈലാസപതി അദ്ദേഹത്തിന്റെ ബുക്കിനകത്ത് തമിഴ് ഹീറോയിക് പോയട്രി എന്നുള്ള ബുക്കിനകത്ത് അദ്ദേഹം റെക്കമെൻഡ് ചെയ്യുന്നത് തമിഴ് ഹീറോയിക് പോംസ് എന്ന് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്, അല്ലാതെ സംഘം പോയറ്റ്സ് എന്നോ അല്ലെങ്കിൽ പോംസ് എന്നോ പറയണ്ട എന്നാണ് അദ്ദേഹത്തിന്റെ ബുക്കിൽ പറയുന്നത്. ഇനി തമിഴ് ഹീറോയിക് പോംസ്, അതിന്റെ റെലവൻസും എന്താണ് കേരള ഹിസ്റ്ററിയിൽ? തമിഴ് ഹീറോയിക് പോംസിനെ നമ്മൾ 3 മെയിൻ ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. 8 കോട്ടൈ, 10 പാട്ട് ആൻഡ് 11 കണക്ക്. അപ്പോൾ 8 കോട്ടയും 10 പാട്ടും 11 കണക്കും എന്നുള്ള 3 ഗ്രൂപ്പായിട്ട് നമുക്ക് തമിഴ് ഹീറോയിക് പോംസിനെ ക്ലാസിഫൈ ചെയ്യാം. 8 കോട്ടയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 8 തോക്കൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 8 തോക്കൈ എന്നാണ്, 8 കോട്ടയല്ല. 8 തോക്കൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 ആന്തോളജീസ് എന്നാണ്. പിന്നെ 10 പാട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 സോങ്സ്. 11 കണക്കെന്ന് പറയുമ്പോൾ 18 വർക്ക്സ് എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആൻഡ് അപ്പാർട്ട് ഫ്രം ദീസ് ദർ ആർ 2 ഫേമസ് ആയിട്ടുള്ള തമിഴ് എപ്പിക്സും ഉണ്ട്, ചിലപ്പതികാരവും ഉണ്ട്, മണിമേഖലയും ഉണ്ട്. ആൻഡ് 2 more ടെക്സ്റ്റ് ഉണ്ട്. പിന്നെന്താണ്, പെരുന്തേവനർ ഭരതവും അതുപോലെ തന്നെ തകത്കുറി യത്തിരൈ എന്നുള്ള 2 ടെക്സ്റ്റുകളും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ടേംസ് പഠിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നോക്കി വെക്കുക. അപ്പോൾ ഫേമസ് തമിഴ് എപ്പിക്സ് ചിലപ്പതികാരവും മണിമേഖലയാണ്. 2 more ടെക്സ്റ്റും കൂടി ഉണ്ട് ഫേമസ് ആയിട്ടുള്ളത്. അതാണ് തകത്കുറി യത്തിരയും അതുപോലെ തന്നെ പെരുന്തേവനർ ഭരതവും. ആൻഡ് ഇതെല്ലാം ടെക്നിക്കലി സംഘം ടെക്സ്റ്റ് ആണ് നമുക്ക് പറയാൻ പറ്റത്തില്ല, പക്ഷേ എന്നാൽ അതിനൊപ്പം നമ്മൾ സംഘം ടെക്സ്റ്റിന്റെ കൂടെ വെച്ച് പഠിക്കുന്നുണ്ട്. അനദർ ഇമ്പോർട്ടൻറ്റ് ടെക്സ്റ്റ് ആണ് തോൽക്കപ്പിയം എന്നുള്ള തമിഴ് ഗ്രാമർ ബുക്ക്. അതിനകത്ത് കമന്ററീസും എല്ലാം ഉണ്ട്, പക്ഷേ അത് ഹിസ്റ്ററി ഓഫ് കേരളയെക്കുറിച്ച് ഡയറക്റ്റ് ആയിട്ട് യൂസ്ഫുൾ ഒന്നും അല്ല. ഇനി തമിഴ് ഹീറോയിക് പോംസിന്റെ ഡേറ്റിംഗ്സ് അല്ലെങ്കിൽ ഡേറ്റ്സ് എന്ന് പറയുന്നത് അൺസർട്ടൻ ആണ്. മോസ്റ്റ് ഓഫ് ദ പോംസിന് 8 തോകൈ എന്ന് പറയുന്നത് എന്താണ്? ഈ ബിഗിനിങ് ഓഫ് ദി സിഇയുടെ ബിഗിനിങ്ങിലാണ് എഴുതി തുടങ്ങി കമ്പോസ് ചെയ്തതെന്നാണ് പറയുന്നത്. ആൻഡ് സിമിലർലി മോസ്റ്റ് ഓഫ് 10 പാട്ടെന്ന് പറയുന്നത് ഏർലി സെഞ്ചുറീസ് ഓഫ് സിഇയിലാണ് ബിലോങ് ചെയ്തിരുന്നതെന്നാണ് പറയുന്നത്. അതായത് 6th and 10th സെഞ്ചുറിയിലാണ് ബാക്കി അതർ കളക്ഷൻസ് വന്നതെന്നാണ് പറയുന്നത്. ആൻഡ് ഓൾസോ ബറിയൽ കസ്റ്റംസും ഒബ്ജക്ട്സും എല്ലാം നമുക്ക് ഈ പോംസിനകത്ത് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഏൺ ബറിയൽസ് ഉണ്ട്, ക്രിമേഷൻ ഉണ്ട്, മെമ്മോറിയൽ സ്റ്റോൺസ്, ഓർണമെന്റ്സ്, ടൂൾസ്, ഇതെല്ലാം മാച്ച് ആവുന്നുണ്ട്. ആ ബുക്കിനകത്ത് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ, സംഘം പോംസിനകത്ത് അല്ലെങ്കിൽ തമിഴ് ഹീറോയിക് പോംസിനകത്ത് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ നമ്മുടെ കേരളത്തിലെ കുറച്ച് കാര്യങ്ങൾ കൂടി മാച്ച് ചെയ്യാവുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം പിന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോംസിനകത്ത് ഓഫൺ എന്താണ് പൊയിറ്റിക്കൽ കോൺസെപ്റ്റ് ആയിട്ടുള്ള അകം, അതായത് പുറം. അകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നർ ലവ് റിലേറ്റഡ് തീംസ്, പുറം എന്ന് വെച്ചാൽ വാർ അല്ലെങ്കിൽ പബ്ലിക് ലൈഫ്. പിന്നെ തിണൈ അതായത് ലാൻഡ്സ്കേപ്പ് ടൈപ്പ്, തുറൈ അത് പോയറ്റിക് ഓപ്പണിംഗ് അല്ലെങ്കിൽ സെറ്റിംഗ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെക്കുറിച്ചും ഈ പോയറ്റിക് കോൺസെപ്റ്റുകളെക്കുറിച്ച് ഈ പോംസ് ഓഫൺ യൂസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം പോംസിനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദി പോംസ് ലൈഫ് സ്റ്റൈലിനെ കുറിച്ചും സൊസൈറ്റിയുടെ വാല്യൂസിനെ കുറിച്ചുമാണ് പറയുന്നത്. മെനി എസ്പെഷ്യലി എന്ന് പറയുന്ന പുരാണ നുറു അല്ലെങ്കിൽ 10 പാട്ട്, ഇതിനകത്തൊക്കെ എന്ന് വെച്ചാൽ ബ്രേവറി അച്ചീവ്മെന്റ്സ് ഓഫ് ലോക്കൽ റൂളേഴ്സ് ആൻഡ് ചീഫ്സിനെ കുറിച്ചാണ് പറഞ്ഞു പോയേക്കുന്നത്. 10 പാട്ടിനകത്ത് എന്താണ് പറഞ്ഞേക്കുന്നത് വെച്ചാൽ ചേര കിങ്സിനെ ഫോക്കസ് ചെയ്തിട്ടാണ് പറഞ്ഞു പോയേക്കുന്നത്. അതിനകത്ത് നമുക്ക് കേരള ഏർലി ഹിസ്റ്ററി ഒക്കെ നമുക്ക് അറിയാൻ സാധിക്കും. ബിക്കോസ് കേരള എന്ന് പറയുന്നത് ഇറ്റ് വാസ് വൺസ് അണ്ടർ ചേര ഡൈനാസ്റ്റി. ഓക്കെ, പിന്നെ ലവ് പോംസ് നഗാന നുറും അതുപോലെ തന്നെ സെയിം ഹീറോയിക് സോഷ്യൽ സെറ്റിംഗിലാണ് ചെയ്തത്.
അതിനകത്തൊക്കെ നമുക്ക് കേരള ഹിസ്റ്ററിയെക്കുറിച്ച് അറിയാൻ സാധിക്കും. ഇനി ഡിവോഷണൽ ആൻഡ് അതർ ലിറ്റററി സോഴ്സ് ഓഫ് കേരളാസ് ഹിസ്റ്ററിയാണ്. അനദർ വാല്യുബിൾ ഗ്രൂപ്പ് ഓഫ് ലിറ്റററി സോഴ്സസ് എന്ന് പറയുന്ന ഡിവോഷണൽ റൈറ്റിംഗ്സ് ആണ്. ആൽവാർമാരും നയനാർമാരും കൂടെ എഴുതിയിട്ടുള്ള ഡിവോഷണൽ റൈറ്റിംഗ്സിൽ നിന്നും നമുക്ക് കിട്ടാറുണ്ട്. ആൽവാർമാരും നയനാർമാരെന്ന് വെച്ചാൽ വിഷ്ണുവിനെയും ശിവനെയും ഭജിച്ചുകൊണ്ടിരുന്ന സെയിൻറ്റുകളാണ് സൗത്ത് ഇന്ത്യയിലെ. ഈ പോയിറ്റ്സ് 8th and 12th സെഞ്ചുറിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് അവർ പിന്നെന്താണ് ഡ്യൂറിങ് ദിസ് ടൈം പെരുമാൾസ് ഹു റൂൾഡ് മഹോദയപുരം വെയർ ഫോളോവേഴ്സ് ഓഫ് ബോത്ത് ശിവൻ ആൻഡ് വിഷ്ണു. അപ്പം നോട്ടബിൾ ഫിഗേഴ്സ് എന്ന് വെച്ചാൽ ചേരമൻ പെരുമാൾ ഉണ്ടായിരുന്നു, അദ്ദേഹം ഒരു ശിവൻ ഭക്തനായിരുന്നു. കുലശേഖര ആൽവാർ ഉണ്ടായിരുന്നു, അദ്ദേഹം ഒരു വിഷ്ണു ഭക്തനാണ്. പിന്നെ ഇവരൊക്കെ എന്ന് വെച്ചാൽ റെസ്പെക്റ്റഡ് റിലീജിയസ് ലീഡേഴ്സാണ്. അപ്പോൾ ചേരമൻ പെരുമാൾ ഈ ഫേമസ് ആയിട്ടുള്ള സുന്ദരമൂർത്തി നയനാറിൻ്റെ ക്ലോസ് ഫ്രണ്ടും കൂടിയാണ്. അപ്പോൾ ചേരമൻ പെരുമാൾ ഒരുപാട് സെവറൽ വർക്ക്സ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ വർക്ക്സിനകത്തെല്ലാം കേരളത്തിൻ്റെ സൊസൈറ്റിയെക്കുറിച്ചും പറഞ്ഞു പോകുന്നുണ്ട്. അതുപോലെ തന്നെ സുന്ദരമൂർത്തിയുടെ റിലീജിയസ് സോങ്സിനകത്തും നമുക്ക് തിരുവഞ്ചിക്കുളം ടെമ്പിളിനെ കുറിച്ചും അതിൻ്റെ ഇൻഫർമേഷനെ കുറിച്ചും കേരളത്തിലെ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ കണ്ടീഷൻസിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. കുലശേഖര ആൽവാറിൻ്റെ വിഷ്ണുവിൻ്റെ സോങ്സിനകത്ത് നമുക്ക് നമ്മുടെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഓൾസോ കുലശേഖര ആൽവാറാണ് മുകുന്ദമാലയൊക്കെ എഴുതിയത്. അദ്ദേഹത്തിൻ്റെ ഒരു സാൻസ്ക്രിറ്റ് ഡിവോഷണൽ ടെക്സ്റ്റാണ്. അതിനകത്ത് തമിഴ് ഭക്തി മൂവ്മെൻറ്റിനെ കുറിച്ചും റിലീജിയസ് ലൈഫ് ഇൻ കേരളയെക്കുറിച്ചും പറയുന്നുണ്ട്. ആൻഡ് അനദർ ഇമ്പോർട്ടൻറ്റ് റിലീജിയസ് ബയോഗ്രഫിയാണ് പെരിയ പുരാണം ബൈ ചേഗിലർ. അതുപോലെ തന്നെ ദിവ്യ സൂര്യചരിതം. ഇതൊക്കെ കേരള ഹിസ്റ്ററിയിൽ റിലവൻസ് ഉള്ളതാണ്, ഡിവോഷണൽ ടെക്സ്റ്റുകളാണ് ഇതെല്ലാം. പിന്നെ സെവറൽ പ്ലേസും എഴുതിയിട്ടുണ്ട് റിട്ടൺ ഡ്യൂറിങ് പെരുമാൾ പീരീഡ്. അതായത് ആശ്ചര്യ ചൂടാമണി ബൈ ശക്തിഭദ്രൻ, അത് ശങ്കരാചാര്യയുടെ കണ്ടംപററി ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ കുലശേഖരവർമ്മയുടെ തന്നെ സുഭദ്ര ധനഞ്ജയം എന്നുള്ളൊരു വർക്കുമുണ്ട്. അതൊക്കെ പ്ലേസ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ എപ്പിക് ആൻഡ് മിത്തോളജിക്കൽ സ്റ്റോറീസിൽ ഈ ഡ്രാമാസ് അല്ലെങ്കിൽ ഈ പ്ലേസ് എന്ന് പറഞ്ഞ എവരുടെ ലൈഫിനെ കുറിച്ച് കൾച്ചറിനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മുടെ കേരളത്തിലെ സാൻസ്ക്രിറ്റ് തിയേറ്ററിൻ്റെ ഡെവലപ്മെൻറ്റും ടെമ്പിൾ ആക്ടിവിറ്റീസും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അനദർ കീ സോഴ്സ് എന്ന് പറയുന്നത് ലഘുഭാസ്കരീയ വ്യാഖ്യ എന്നുള്ളതാണ്. ശങ്കരനാരായണൻ എഴുതിയതാണ്. അത് ഭാസ്കരയുടെ ലഘുഭാസ്കര്യം എന്നുള്ള ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു കമൻറ്ററിയാണ്. ഇതൊരു ആസ്ട്രോണമിക്കൽ ടെക്സ്റ്റാണ് കേട്ടോ. ആൻഡ് ഇറ്റ് വാസ് റിട്ടൺ ഡ്യൂറിങ് ദ റെയിൻ ഓഫ് സ്ഥാനു രവി പെരുമാൾ. അദ്ദേഹത്തിൻ്റെ റൂളിൻ്റെ സമയത്താണ് ഇത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ഇൻഫർമേഷൻ സയൻസിനെ കുറിച്ചും അതുപോലെ തന്നെ പ്ലേസസിനെ കുറിച്ചും മഹോദയപുരം എന്നുള്ള സ്ഥലത്തിനെ കുറിച്ചും ഒക്കെ ഇത് പറയുന്നുണ്ട്. കേരളത്തിൻ്റെ സയൻറ്റിഫിക് അഡ്വാൻസ്മെൻറ്റിനെ കുറിച്ചും ഇത് പറയുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അടുത്ത സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ലേറ്റർ ലിറ്റററി സോഴ്സ് ഓഫ് കേരളാസ് ഹിസ്റ്ററി എന്ന് പറയുന്നത് ഉണ്ണിയ ചരിതമുണ്ട്, ഉണ്ണിയ ചിരുദേവി ചരിതമുണ്ട്. പിന്നെ അങ്ങനെയുള്ള കുറേ വെൽ നോൺ ലിറ്റററി വർക്ക്സിൻ്റെ കാര്യം പറയുന്നുണ്ട് കേരളത്തിലെ പാസ്റ്റിനെ കുറിച്ച് അറിയാൻ. അതുപോലെ തന്നെ സാൻസ്ക്രിറ്റ് പോയംസിൽ നിന്ന് കോകില സന്ദേശം അങ്ങനെയുള്ള വർക്ക്സിൽ നിന്ന് നമുക്ക് കേരളത്തിനെ കുറിച്ച് അറിയാൻ സാധിക്കുന്നുണ്ട്. ഈ കോകില സന്ദേശം എന്നുള്ള വർക്ക്സ് എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെസ്സഞ്ചർ പോംസ് ആണ്. ഈ കോകില സന്ദേശം എന്ന് പറയുന്നത് മെസ്സഞ്ചർ പോംസ് എന്നാണ് പറയുന്നത് ഇതിനെയൊക്കെ. ആൻഡ് പിന്നെ ഉണ്ണുനീലി സന്ദേശം എന്നും പറഞ്ഞ് മണിപ്രവാളം, അതായത് തമിഴ് ആൻഡ് സാൻസ്ക്രിറ്റ് ബ്ലെൻഡ് എന്നുള്ള ആ ലാംഗ്വേജ് എന്ന് പറഞ്ഞ തമിഴ് സാൻസ്ക്രിറ്റ് മിക്സിനെ ആണ് മണിപ്രവാളം എന്ന് പറയുന്നത്. അപ്പോൾ അതിലാണ് ഉണ്ണുനീലി സന്ദേശമൊക്കെ എഴുതിയിരിക്കുന്നത്. അപ്പം നമ്മുടെ കേരളത്തിലെ അതായത് മാർക്കറ്റിനെ കുറിച്ച്, ഫെയറിനെ കുറിച്ചും സാധനങ്ങൾ വിൽക്കുന്നതിനെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. ബ്രോൺസിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ ടെക്സ്റ്റൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിലെ സ്കിൽഡ് ആയിട്ടുള്ള ആർട്ടിസൻസിനെ കുറിച്ച് അറിയാൻ സാധിക്കും. അവർക്ക് എവിടെ നിന്നാണ് റോ മെറ്റീരിയൽസ് ആയിട്ടുള്ള കോപ്പർ, ടിൻ, സിങ്ക്, മെർക്കുറി ഒക്കെ കിട്ടിയെന്നുള്ളതും നമുക്ക് അവർ വെളിയിൽ രാജ്യങ്ങളുമായിട്ടുള്ള ട്രേഡിനെ കുറിച്ചൊക്കെ നമുക്ക് ഉണ്ണുനീലി സന്ദേശത്തിനകത്ത് അറിയാൻ സാധിക്കും. ഓക്കെ, കേരളത്തിലെ വില്ലേജസിനെ കുറിച്ചും ഒക്കെ അറിയാൻ സാധിക്കും. 16th സെഞ്ചുറിയിൽ ഒരു അനോണിമോസ് ടെക്സ്റ്റ് ആയിട്ടുള്ള ചന്ദ്രോത്സവം വന്നു. അത് അപ്പർ കാസ്റ്റ് ക്ലാസസിനെ കുറിച്ചുള്ള അവരുടെ കൾച്ചറൽ ലൈഫിനെ കുറിച്ചൊക്കെ ആയിരുന്നു. പിന്നെ ബാറ്റിൽ പോയം എന്ന് പറഞ്ഞ് കാന്തിയൂർ മരം പദപ്പാട്ട് എന്നുള്ള രീതി നീലകണ്ഠൻ ഓഫ് ചേപ്പാട് യൂസ്ഫുൾ ഇൻഫർമേഷൻ നമുക്ക് നൽകിയിട്ടുണ്ട് ലോക്കൽ പൊളിറ്റിക്കൽ ലീനേജസ് ഓഫ് കേരളയെക്കുറിച്ച്. അതുപോലെ തന്നെ അനദർ പടപ്പാട്ടെന്ന് പറയുന്നത് പടപ്പാട്ടെന്നാണ്, ക്ഷമിക്കണം. അത് അനദർ പടപ്പാട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതൊരു അൺനോൺ ഓതറായിരുന്നു. അതെല്ലാം നമ്മുടെ കേരളത്തിനെ പൊളിറ്റിക്കൽ സിറ്റുവേഷനെ കുറിച്ചൊക്കെ കാണിക്കാൻ അല്ലെങ്കിൽ എഴുതി വെച്ചിട്ടുള്ളതായിരുന്നു. അതിനെക്കുറിച്ച് അതിനകത്തുണ്ടായിരുന്നു. മാമാങ്കം കിളിപ്പാട്ടെന്നും പറഞ്ഞ് കടഞ്ചേരി നമ്പൂതിരി ഒരു കോർട്ട് പോയിട്ടായിരുന്നു. അപ്പോൾ അദ്ദേഹവും ഈ 17th സെഞ്ചുറി ഹിസ്റ്ററി ഓഫ് സാമൂതിരീസിനെ കുറിച്ച് ഈ ഒരു മാമാങ്കം കിളിപ്പാട്ടിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് തൈപ്പൂയം ഫെസ്റ്റിവലിനെ കുറിച്ചും നമ്മുടെ കേരളത്തിലുണ്ടായിരുന്ന മാമാങ്കത്തിനെ കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹീറോയിക് ബാലഡ്സും ഉണ്ട് നമുക്ക്. പാട്ടുകൾ, അതായത് ഈ
ഈ ബ്രേവറി ഓഫ് വാരിയേഴ്സ്, അതായത് മാമാങ്കം ബാറ്റിൽ മരിച്ചുപോയ ആളുകളുടെ ലൈഫിനെ കുറിച്ചും അവരുടെ ബ്രേവറിയെ കുറിച്ചും ഒക്കെ പാടുന്ന ഹീറോയിക് ബാലഡ്സും നമുക്കുണ്ടായിരുന്നു. ചാവേർ പാട്ടുകൾ എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം ഫോറിൻ അക്കൗണ്ട്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോറിൻ അക്കൗണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ ദ ബുക്ക് ഓഫ് ദ്വാർട്ടെ ബർബോസ എന്നുള്ള ഒരാളുടെ, അതായത് ദ്വാർട്ടെ ബർബോസ എന്നൊരാൾ എഴുതിയത് തന്നെയാണ് 1516 CE ദ ബുക്ക് ഓഫ് ദ്വാർട്ടെ ബർബോസ. ഇതിനകത്ത് അദ്ദേഹമാണ് ഫസ്റ്റ് പോർച്ചുഗീസ് ട്രാവലോഗ് എഴുതുന്ന ഒരാളാണെന്നാണ് പറയുന്നത്, എഴുതിയിരിക്കുന്ന ഒരാളെന്നാണ് പറയുന്നത്. കൊച്ചിയെക്കുറിച്ചും മലബാറിലെയും സോഷ്യൽ എക്കണോമിക് പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ ലൈഫിനെ കുറിച്ചുമാണ് ഈ ബുക്കിനകത്തുണ്ട്. ബർബോസ ഒരു കോ നാവിഗേറ്റർ ആയിരുന്നു മെഗലന്റെ കൂടെ ഉള്ള. അദ്ദേഹം 15 years കേരളത്തിൽ ജീവിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ആദ്യം അദ്ദേഹം അങ്കിളായിട്ടുള്ള പോർച്ചുഗീസ് നേവൽ ഓഫീസറിന്റെ കൂടെ ആയിരുന്നു. ലേറ്റർ ഹി വർക്ക് ഇൻഡിപെൻഡന്റ്ലി. ഓക്കെ. പിന്നെ ബർബോസ മലയാളം പഠിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കണ്ണൂരിലെയും കോഴിക്കോടിലെയും റൂളേഴ്സുമായിട്ട് പേഴ്സണൽ കളക്ഷൻസ് അല്ലെങ്കിൽ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. അനദർ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് എന്ന് പറയുന്നത് ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. ഒരു ലാറ്റിൻ ടെക്സ്റ്റ് ആണ്. അതിനകത്ത് മെഡിസിനൽ പ്ലാന്റ്സ് ഓഫ് കേരളയെക്കുറിച്ചാണ് പറഞ്ഞു പോയേക്കുന്നത്. ഈ പ്രോജക്റ്റ് ഹെൻറിക് വാൻ റീഡേ എന്ന് പറഞ്ഞൊരു ഡച്ച് ഗവർണർ ഓഫ് മലബാർ ആയിരുന്നു ഇനിഷ്യേറ്റ് ചെയ്തിരുന്നത്. പ്ലാന്റ്സിനെ കുറിച്ചും അതിന്റെ മെഡിസിനൽ യൂസിനെ കുറിച്ചും ഫസ്റ്റ് മലയാളത്തിൽ എഴുതി, പിന്നീട് അത് പോർച്ചുഗീസിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു. ആൻഡ് ഫൈനലി അതിന്റെ ലാറ്റിനിലോട്ട് മാറ്റി. ഇതൊരു 12 വോളിയം വർക്കാണ്. ആൻഡ് 742 പ്ലാന്റ്സിനെ കുറിച്ചും അതിൻ്റെ പ്ലാന്റ്സിൻ്റെ സ്കെച്ചസും അതുപോലെ തന്നെ എന്താണ് ക്ലാസിഫിക്കേഷൻ, പ്ലാന്റ്സിൻ്റെ ക്ലാസിഫിക്കേഷനും എല്ലാം നമുക്കിതിനകത്ത് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിനകത്ത് പറയുന്നത്. കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടേംസും കാര്യങ്ങളും കാണും. അത് ഒരുപാട് തവണ നമ്മൾ എന്താ പറയുക, ഇങ്ങനെ റീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്നാൽ മാത്രമേ നമുക്ക് ഫ്ലുവൻ്റ് ആയിട്ട് അത് കിട്ടത്തുള്ളൂ കേട്ടോ.